അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? ആരുമില്ല, ഞാൻ തന്നെ ആയിരിക്കാം. ചേട്ടനാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ട് ചേട്ടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ കാരണം? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയാത്ത കാരണമാണ്. ശരിക്കുമുള്ള കമ്മ്യൂണിസ്റ്റ് എന്താണ്? ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വായിക്കണം. ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടില്ല ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ വായിച്ചിട്ടില്ല? ചേട്ടൻ പറയൂ. ഞാൻ ഫുള്ളായിട്ടൊന്നും വായിച്ചിട്ടില്ല, എന്നാലും ഒരു ചാപ്റ്ററൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇന്ത്യൻ കമ്മ്യൂണിസത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശരിക്കുള്ള കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ബുക്ക് പ്രകാരം അതാണ് കമ്മ്യൂണിസം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ വലിയ ശരിക്കും കമ്മ്യൂണിസം അറിഞ്ഞവരാരുമില്ല. പിന്നെ കുറേ അത് ഒരു മറ്റുള്ള താഴ്ന്ന തൊഴിലാളികൾക്കൊക്കെ നല്ല ഒരു ഫോർവേഡിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. അതിൽ എനിക്ക് അറിഞ്ഞ ഒരാളുണ്ട്, നല്ല കണ്ണു എന്ന് പറഞ്ഞിട്ട്. നല്ല കണ്ണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെസ്റ്റ് ലീഡറാണ്. ഇവിടെയുള്ള അച്യുതാനന്ദൻ, പിണറായി വിജയനൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നെ ഡെഫിനറ്റായിട്ടും നല്ല ചെയ്യണമെന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് അല്ല അത്. അവർക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസത്തിൽ കൂടി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വേറെയാണ്, ഇവർ വേറെയാണ്. ഇവർ നല്ല ആൾക്കാരാണ്, നോ ഡൗട്ട്. താങ്ക് യു. കമ്മ്യൂണിസ്റ്റ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പൊതുവെ ഇഷ്ടമല്ല. എന്നാലും ചേട്ടൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ലാത്തവരെ പറ്റി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടമല്ലാത്തത്? കമ്മ്യൂണിസ്റ്റുകാരെ ഡിവിഷനാണ്, അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നുള്ളൊരു രണ്ട് ക്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വിശ്വസിച്ചാൽ പിന്നെ അത് മതം വിശ്വസിക്കുന്നവരെ, ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ പറയും എൻ്റെ മതം നല്ലതെന്ന് പറയും. അപ്പം മറ്റുള്ളവർ ചീത്തയാണെന്ന് വരും. ആ പരിപാടി ഇതിലും അതുകൊണ്ടാണ്. അച്യുതാനന്ദൻ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ? നല്ല ഭരണകർത്താവാണ്. നല്ല ഭരണകർത്താവായിരുന്നു, അതെ. അതുകൊണ്ട് പുള്ളി പാവങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു സഹായമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരുപാട് ദുഃഖം തോന്നിയിരുന്നു. പിന്നെ ഉണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ കണ്ടതിൽ ഇനിയിപ്പോ അച്യുതാനന്ദനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയിപ്പോ ആളുടെ ഒരു തലമുറക്കാരായിട്ട് വരാൻ തോന്നണം ഇപ്പത്തെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരായിരിക്കും? ആരുമില്ല, ഉണ്ടാവില്ല. നമ്മളിപ്പം മരിച്ച അച്യുതാനന്ദനാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ എന്ന് പറയാൻ കാരണം? അത് കാരണം പലതും കാണും, പലതുണ്ട്. പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താണ് ശരിക്കും? ഒരു കൈക്കൂലിയോ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. മറ്റൊരു പിന്നെ എങ്ങനെ പറയുന്നത്, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഏതായാലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അത്രേ ഉള്ളൂ അച്യുതാനന്ദൻ. അത്രേ ഉള്ളൂ. അച്യുതാനന്ദൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. എൻ്റെ അറിവ് വെച്ച് AK ഗോപാലനാണ്. എന്തുകൊണ്ടാണ് AK ഗോപാലൻ? AK ഗോപാലൻ ശരിക്കും ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി. അതിനു മുമ്പ് കേശവപിള്ളയൊക്കെ ഉണ്ടായിരുന്നു കാണും, അത് നമുക്കറിയില്ല. അദ്ദേഹമൊക്കെ വളരെ പേര് ഇതുള്ള AK ഗോപാലന് യാതൊരു സ്വാർത്ഥതയില്ലാതെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും നാടിനും വേണ്ടി ചെയ്യാവുന്നത് ചെയ്ത ആള് തന്നെയാണ് AK ഗോപാലൻ.